ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു സോയ ചങ്ക്സ് ഫ്രൈ ആയാലോ. അതിന് വേണ്ടിയുള്ള ചേരുവകൾ എന്തെല്ലാം നോക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി അത് ചതച്ചത്, പിന്നെ കറിവേപ്പില, തക്കാളി 1.25, സവാള 3 എണ്ണം, പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, അത് നമ്മൾ സോയയ്ക്ക് ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, പെരിഞ്ജീരകം, വലിയ ജീരകം, അത്രയും വഴറ്റുന്നതിന്. പിന്നെ നമ്മൾ സോയാബീൻ കഴുകി വാരി വേവിച്ചിട്ട് അതിലെ വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് പെറുക്കി വെക്കുക. അത് നമ്മൾ കുക്കറിനകത്തോട്ട് ഇടുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക. പിന്നെ നമ്മൾ കുക്കർ അടച്ച് 2 വിസിൽ വെക്കുക. പിന്നെ ഗ്യാസ് കത്തിച്ച് വേറൊരു ചീനിച്ചട്ടി അതിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ പെരിഞ്ജീരകം, വലിയ ജീരകം പൊട്ടിക്കുക. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു ചെറിയ ബ്രൗൺ നിറം ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കണം. നമ്മുടെ സോയ എടുത്തതിന് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ലാസ്റ്റ് ഗരം മസാല തൂവി കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വഴറ്റിയെടുക്കാം. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടച്ച് ചെയ്താൽ നമ്മൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ബൈ.